ഒരു മ്ലാനത മുഖത്തോടെ ഇരിക്കണ എൻ്റെ ഉമ്മയെ കണ്ടില്ലേ? വേറെ ഒന്നുമില്ല, ആൾ വിഷമിച്ചിരിക്കുക. ദാ ഉമ്മാരെ സുന്ദരി മോക്കൊരു പണി കിട്ടി, ചെവിയിൽ ഇൻഫെക്ഷനായി. അങ്ങനെ കരമനയിലെ കൈമന ഹോസ്പിറ്റലിൽ ഇതാക്ക് ചൂച്ചുൻ്റെ ആട്ടയും വിളിച്ചതോ പോവേണ്. ചൂച്ചതോ പറന്നെത്തേണ്. അത് ചൂച്ചുമല്ല, അത് വേറെ ഏതോ ചൂച്ചു. ദാ ബ്ലോക്കിൽ പെട്ട്. ഹോ, എന്ത് പറയാനാ, ബ്ലോക്ക് സഹിക്കാൻ വയ്യ. അതിൻ്റെ ഇടയിൽ ചൂട്, പാട്ടിയിരിക്കണോണ്ട് അറിയാൻ പറ്റില്ല. ഉറക്കെണീറ്റപ്പം തന്നെ മണി 11. ഉമ്മ അതോടെ പറഞ്ഞു, വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാന്ന്. വേറെ ഒന്നും നോക്കിയില്ല, ഒരു ഫറത ഇട്ട് ചാടി കയറി പോവേണ്. എങ്ങനെയുണ്ട് ഗൈസ് നോമ്പൊക്കെ? നല്ല സുഖമുണ്ടല്ലേ? ചൂച്ചുവിനെ കണ്ട ഉമ്മ ഇവിടെ സ്വരയും പറഞ്ഞിരുന്നോളും. അങ്ങനെ സ്വരയും പറഞ്ഞിരിക്കണ വർത്താനം പറഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തിയത് അറിഞ്ഞില്ലടാ. ഇതാരപ്പ? എന്നാലും ഫോട്ടോ വീഡിയോ എടുക്കണമെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ആൾ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഡോക്ടർ വന്ന്, മെയിൻ ഡോക്ടറല്ല, കൂടെ നിൽക്കുന്ന ഡോക്ടർ വന്ന് നോക്കിയാണ്. ഇനിയിപ്പം എന്തോ ബഡ്സ് എടുത്തിട്ട് വരാനുള്ള പ്ലാനാണ്. ആളിന് മനസ്സിലായി ഹോസ്പിറ്റലാണെന്ന്, അനങ്ങാതെ കിടക്കുന്നുണ്ടെങ്കിൽ ഒരു പപ്പിക്കുട്ടി, എൻ്റെ ചന്തം. ഇതാണ് മെയിൻ ഡോക്ടർ, ഉമ്മയുടെ പൂച്ചയുടെ കുടുംബ ഡോക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മടിയില്ലാതെ കുത്തി തോണ്ടിയൊക്കെ എടുക്കുന്ന കണ്ടില്ലേ? ഇത് കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരുമാതിരിയായി. പാവം, അത് അനങ്ങാതെ കിടക്കണം. അതിനറിയാമെന്ന് തോന്നുന്നു കേട്ടോ, ഇതാണ് ഹോസ്പിറ്റൽ, അനങ്ങാതെ കിടക്കണമെന്ന്. അങ്ങനെ അത് ടെസ്റ്റ് ചെയ്തിട്ട് വന്നപ്പോൾ സംഭവം പോസിറ്റീവാണ്. സംഭവം അതിന് ചെള്ളിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. അങ്ങനെ എന്തോ ഇൻഫെക്ഷൻ ആയതാണ്. മനുഷ്യനെ പോലെ ട്രിപ്പ് ഇട്ട് കിടത്തിയിരിക്കുകയാണ്. 5 മിനിറ്റ് ട്രിപ്പേ ഉള്ളൂ. എന്തോ ഒരു പ്രതിമ കിടക്കം പോലെ കിടക്കുകയാണ്. നമ്മളെ പൊടിച്ച്, പാവം, കഷ്ടം കേട്ടാ. സുന്ദരി കുട്ടിമണി തന്നെ. വന്ന് രണ്ടടി ഡോറ കുട്ടി. ഇതിൻ്റെ പേര് ഡോറ എന്നാണ് കേട്ടാ. ഇതിൻ്റെ കുട്ടിയും കൊണ്ടാണ് വന്നത്. അങ്ങനെ കാണിച്ചെടുത്ത് മെഡിസിൻ വാങ്ങിച്ചതാക്ക് കുട്ടയിലും ആക്കി പിറക്കി എടുത്തോണ്ട് പോവേണം തിരിച്ച്. ഇനി വീട്ടിൽ പോയിട്ട് കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ലൊഹറായി. ഇനിയിപ്പം ഓരോ സാധനങ്ങൾ ഉണ്ടാക്കണം. ടാറ്റ ബൈ ബൈ. അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ കാണാം.